ഹായ് ഗൈസ്, ഞാൻ അസീന. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. എനിക്കറിയില്ല ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ മാക്സിമം ഇട്ടാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ എണീറ്റ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ജനലൊക്കെ തുറന്നു. ജനലൊക്കെ ഞാൻ എന്നും തുറക്കും, കർട്ടനൊക്കെ മാറ്റും. പക്ഷേ ബെഡ്ഷീറ്റൊന്നും മടക്കി വെക്കാറില്ല. പക്ഷെ എന്നാലും ഞാനതൊരു ശീലമാക്കും. ഇന്നു മുതൽ ഞാനതൊരു ശീലമാക്കുന്നതായിരിക്കും. പിന്നെ അമ്മ പറഞ്ഞു കുറേ ആയി ബീഫ് വാങ്ങിയിട്ട്. അപ്പം ബീഫ് വാങ്ങാൻ ഇവിടെ അടുത്ത് ഒരു പുൽപ്പറമ്പ് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നെൽപ്പാടമാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നെല്ലാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ എത്തി ബീഫ് എടുക്കുന്ന വീഡിയോ ബീഫ് വെട്ടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ അപ്പുറത്ത് പോയി സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു, രാവിലത്തെ കഴിക്കാൻ എന്തെങ്കിലും. പക്ഷേ എന്നിട്ട് ഞങ്ങൾ ആ മക്രോണി അല്ല കേട്ടോ കഴിച്ചത്. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പൊറോട്ട വാങ്ങി. അപ്പം ആ അങ്കിൾ ചോദിച്ചു മുട്ട റോസ്റ്റ് വേണോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മുട്ട റോസ്റ്റ് കൂടി വാങ്ങിയേക്കാം. അങ്ങനെ ഞങ്ങൾ പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. മുട്ട റോസ്റ്റും പൊറോട്ടയും കൂടി അത്രയും വെളുപ്പിനെ തന്നെ ഒരു 7 മണി 7:45 കാണും ആ സമയത്ത്. അപ്പോൾ തന്നെ ഞാൻ സാധാരണ ആ സമയത്തൊന്നും ഞാൻ കഴിക്കുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു സമയത്തൊരു കൊതി കാരണം ഞാനത് കഴിച്ചു. പിന്നെ അമ്മ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ അതും കൂട്ടി കഴിച്ചു. ബീഫ് കറിയുടെ വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതൊന്നും പറ്റിയില്ല. അമ്മ ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് ഉറങ്ങി. അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു എന്താ മോളെ എന്നെ വിളിക്കാഞ്ഞേ എന്ന്. അപ്പോൾ മോള് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എന്തോ പറഞ്ഞപ്പം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നെന്തോ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് ഞാൻ വിളിച്ചില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മ ഇത് ഫസ്റ്റ് വ്ളോഗല്ലേ, എന്നാലും നമുക്കതൊക്കെ ഇടേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് GIB ആണ് ഞായറാഴ്ച. അപ്പം അതിൻ്റേതായി കുറച്ച് പഠിത്തങ്ങൾക്കൊക്കെ നടത്താനുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് പഠിക്കല്ല കേട്ടോ. പഠിച്ചു ഞാൻ, പക്ഷെ എന്നാലും ഇത് ഞാൻ പഠിക്കല്ല. ഇത് ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കും. കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് നല്ല ഹാബിറ്റ്സൊക്കെ ഉണ്ട്. ഞാൻ എഴുതും, ജേർണലിംഗ് ഒക്കെ ചെറുതായിട്ട്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് ജേർണലിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ ചെയ്യും. പിന്നെ ഞാൻ രാവിലെ ഓടാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റേതായ ചെറിയ എനർജി. ഇനി അതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റായിട്ടാണോ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പിന്നെ ഇന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി, മറന്നുപോയി. രാവിലെ ഓടാൻ പോയപ്പോൾ ആണെങ്കിലും ഭയങ്കര തണുപ്പായിട്ട് എടുത്ത വീഡിയോ ഷെയ്ക്കായിപ്പോയി, തണുത്ത് വിറച്ചിട്ട്. അപ്പോൾ കൈ പുറത്തിടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം ഇനി എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉച്ചക്കായപ്പോഴത്തേക്കും ചോറും ബീഫ് കറിയും ഒക്കെ കൂട്ടി കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ എൻ്റെ ട്യൂഷൻ കൊച്ചാണ്, അവൾ വന്നു. അവളോട് സംസാരിച്ചു. പിന്നെ കുറച്ച് ചെടികളെയൊക്കെ, ഇതൊക്കെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ചെടികളെയൊക്കെ നോക്കുന്നതും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതും. അവളോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അവളുമായിട്ടാണ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അമ്മ അപ്പോഴത്തേക്കും തൂക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ തൂത്ത് അവിടെ എല്ലാം കൂട്ടി. കുറേ അവിടെ എല്ലാം പോച്ചയൊക്കെ ചെത്തി. അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ പിന്നെ ഒരു എൻഡിങ് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നൈറ്റിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉറങ്ങുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.